എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും ഞാനും നേരത്തെ ഈ ഒരു Zoom മീറ്റിംഗിലേക്ക് കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മിഷൻ ഇന്റർനാഷണൽ ടീമിന്റെ അണ്ടറിൽ ഈ ഒരു നമ്മൾ Zoom മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് നമുക്കറിയാം. നമ്മുടെ എല്ലാവരുടെയും നോളജും അതുപോലെ തന്നെ സ്കില്ലും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്തുക. അപ്പോൾ എല്ലാവരെയും Zoom മീറ്റിംഗ് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എന്നെ പരിചയമുള്ള ആളുകളാണ് കൂടുതലായിട്ടുണ്ടാവുക. എന്നാലും നമുക്കറിയാം നമ്മുടെ ഈ ഒരു MIT MITയിലേക്ക് ദിവസം ഓരോ ആളുകൾ കടന്നു വരുന്നു. അപ്പോൾ പരിചയമില്ലാത്ത ആളുകൾ കൂടുതലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നെ കൃത്യമായിട്ടൊന്ന് പരിചയപ്പെടുത്താം. ഇവിടെ പരിചയപ്പെടുത്തിയ എന്റെ പേര് ബഷീർ എന്നാണ്. സ്ഥലം കോഴിക്കോട് ജില്ലയിൽ വടകരയിൽ തിരുവള്ളൂരാണ്. ഞാനൊരു ഡിഗ്രി പഠനത്തിന് ശേഷം ഒരു ജ്വല്ലറി മേഖലയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഈ ഒരു അവസരത്തിലേക്ക് വന്നത്. ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഒരു PG ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു റെഗുലറായിട്ട്. പക്ഷേ കുടുംബ സാഹചര്യം കൊണ്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് എന്റെ പിതാവ് മരണപ്പെട്ടിരുന്നപ്പോൾ ഫാമിലിയുടെ ഒരു പൂർണ്ണ ഉത്തരവാദിത്വം എന്നിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു റെഗുലറായിട്ടൊരു ഡിഗ്രി ഒന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല. അങ്ങനെ ഒരു ജ്വല്ലറി ജോലിക്ക് കയറിയതാണ്. അങ്ങനെ ജോലിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഡിഗ്രിക്ക് കൂടെ പഠിച്ച എന്റെ ഒരു സുഹൃത്താണ് എന്നെ ബിസിനസ് പരിചയപ്പെടുത്തിയത്. ആദ്യമായിട്ട് ഈ ബിസിനസ് പരിചയപ്പെടുത്താൻ വേണ്ടി വടകരയുള്ള ഒരു പ്രോഗ്രാം, നമുക്കറിയാം, നമ്മൾ GTS, വടകര GTS നടക്കുന്നുണ്ടായിരുന്നു. ആ GTSിലേക്ക് എന്നെ ക്ഷണിച്ചു. അങ്ങനെ ഞാൻ അവിടെ എത്തി. അപ്പൊ നമുക്കറിയാം GTS ആദ്യമായിട്ട് പങ്കെടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് ബിസിനസ്സിന്റെ അച്ചീവ്മെന്റ് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അവിടെ ലക്ഷങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കോടികളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ സംസാരിച്ചിരുന്നു. ശരിക്കും നമുക്കറിയാം, നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന സമയത്ത് ഒരാഴ്ചയിൽ 2,10,000, മാസം 8,40,000, ഒരു കൊല്ലം 1,09,20,000 കിട്ടുന്ന ഒരു പാക്കേജാണ്. ഒരിക്കലും നമുക്ക് അത് തുടക്കത്തിൽ നമുക്കത് അത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം നിലവിൽ നമുക്ക് കിട്ടുന്ന വരുമാനം, നമ്മുടെ ജീവിതത്തിൽ മൊത്തത്തിൽ കിട്ടിയ വരുമാനം നമ്മൾ എടുത്ത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതേപോലെ തന്നെ എനിക്ക് വന്ന് വരുമാനവും കാര്യങ്ങളൊന്നും ഉൾക്കൊണ്ടിരുന്നില്ല. പക്ഷെങ്കിൽ എനിക്ക് എന്റെ വീട്ടിൽ ഉപയോഗിക്കേണ്ട ഒരുപാട് ഉൽപ്പന്നങ്ങൾ റിസൾട്ട് അവിടെ കിട്ടിയിരുന്നു. കാരണം നമുക്കറിയാം, GTSിൽ പങ്കെടുക്കുന്ന സമയത്ത് ഓരോരുത്തർ ഉപയോഗിച്ച പ്രൊഡക്റ്റിന്റെ എക്സ്പീരിയൻസ്, അവർക്ക് കിട്ടിയ റിസൾട്ടുകളോട് സംസാരിക്കും. എന്റെ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 10 വർഷത്തിന് മേലെ ഉണ്ടായിരുന്ന ഒരു മുട്ടുവേദന ഉണ്ടായി. പലപ്പോഴും കോഴിക്കോടുള്ള ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ പല സമയത്തും ചികിത്സക്ക് നടത്തും. അതുപോലെ നാട്ടിലുള്ള എല്ലാ നാടൻ ചികിത്സകൾ വൈദ്യർ അതേപോലെ തന്നെ ഉഴിച്ചിലൊക്കെ ചെയ്യും. ആ ചെയ്യുന്ന സമയത്ത് മാത്രം അതിന് വ്യത്യാസം ഉണ്ടാവും. വീണ്ടും തിരിച്ചു വരുന്ന സാഹചര്യമായിരുന്നു. ഈ ഒരു ഇതിലുള്ള ഒന്ന് രണ്ട് ഉൽപ്പന്നങ്ങൾ ഞാൻ എന്താണ് ഉപയോഗിക്കണമെന്ന് ചോദിച്ചാൽ ആ സമയത്ത് സ്പെർലിന ഗോൾഡും അതുപോലെ തന്നെ നോബിയ ക്യാപ്സ്യൂൾ, നമ്മുടെ ചാമ്പി തൈലം, ഈ ഒരു 3 പ്രൊഡക്റ്റ് ഒരു 3 മാസം ഉപയോഗിച്ച സമയത്ത് ചെറിയൊരു മാറ്റം ഉണ്ടായി. അങ്ങനെ അത് 6 മാസം ഉപയോഗിച്ച സമയത്ത്, കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച സമയത്ത് അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. അങ്ങനെ മാറിക്കിട്ടിയ സമയത്ത് ആ ബുദ്ധിമുട്ടുള്ള പല ആളുകൾക്കായി ഉൽപ്പന്നങ്ങൾ കൊടുത്തു. സെയിം ഉൽപ്പന്നങ്ങൾ കൊടുത്ത സമയത്ത് അവർക്കും അതേപോലെ റിസൾട്ട് ഉണ്ടായി. അങ്ങനെ എല്ലാ കൊടുക്കുന്ന ആളുകൾക്ക് റിസൾട്ട് കിട്ടിയ സമയത്ത് ബാക്കി പ്രൊഡക്റ്റൊക്കെ ഉപയോഗിച്ചു, അതേപോലെ തന്നെ അതൊക്കെ കൊടുത്തു. അങ്ങനെ നിലവിൽ ചെയ്യുന്ന ജോലിയുടെ കൂടെ ഒരു അധിക വരുമാനം, നമുക്കറിയാം, ജോലി ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കും അതിന് പുറമെ എന്തെങ്കിലും ഒരു അധിക വരുമാനം കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ ആ ഒരു എക്സ്ട്രാ ഇൻകം നിനക്ക് തുടക്കത്തിൽ ഏറ്റെടുത്തു. പക്ഷെ നമുക്കറിയാം, തുടക്കത്തിൽ പലപ്പോഴും ട്രെയിനിങ്ങിനും പ്രോഗ്രാമിനും ഒക്കെ പങ്കെടുക്കാൻ പറഞ്ഞു. ആ സമയത്തൊന്നും ഇത്ര ജ്വല്ലറി നിൽക്കുന്ന സമയത്ത് സമയം ഉണ്ടാവില്ല. പല ആളുകളും പറയുന്നതാണ് ഈ സമയം ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷെ ആ സമയത്താണ് കൊറോണ വന്നത്. കൊറോണ വന്ന സമയത്ത് നമുക്കറിയാം നമ്മളൊക്കെ വീട്ടിലായിരുന്നു. നമ്മുടെ പ്രോഗ്രാം ഒക്കെ ഓൺലൈനിലേക്ക് മാറി എന്നുള്ളതാണ്, Zoom-ലേക്ക്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്, സമയം ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് പുറത്ത് പോകണ്ട. അങ്ങനെ പല Zoom മീറ്റിങ്ങിലും ട്രെയിനിങ്ങിലും ഒക്കെ പങ്കെടുത്ത് ഒരുപാട് അനീസറൊക്കെ അങ്ങനെ ഒരുപാട് ആളുകളുടെ എക്സ്പീരിയൻസ് ഒക്കെ കേട്ട സമയത്ത് ഈ ബിസിനസിന്റെ ഒരു വലിപ്പം, ഒരു സാധ്യത മനസ്സിലായി. അതിനുശേഷം കൊറോണയ്ക്ക് ശേഷം വീണ്ടും എല്ലാ ട്രെയിനിങ്ങിലും പങ്കെടുത്ത് അങ്ങനെ ഇതിന്റെ ഒരു സാധ്യത മനസ്സിലാക്കി പ്രവർത്തിച്ചു തുടങ്ങിയ സമയത്ത് ജ്വല്ലറിയിൽ ഒരു മാസം ലഭിച്ച വരുമാനം ഒരാഴ്ച ഈ ബിസിനസ്സിൽ ലഭിച്ച സമയത്ത് ആ ഒരു മേഖല, ഏകദേശം ഞാൻ ജ്വല്ലറി മേഖല 7 വർഷത്തോളം ഉണ്ടായിരുന്നു. ആ മേഖല അത് പൂർണ്ണമായിട്ടും മാറ്റിവെച്ചു. ഫുൾ ടൈം ആയിട്ട് ഇത് ഏറ്റെടുത്ത് ചെയ്തു. ഈ ഒരു ഡിഗ്രി എന്നുള്ളത് BCom, അതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു റെഗുലർ ആയിട്ട് PG ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഡിസ്റ്റൻസ് ആയിട്ട് MCom ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറെയും പല മേഖലയിലുള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നു. പരിചയമുള്ള ആളുകൾക്കറിയാം. ഒരു കറാട്ട മേഖലയിൽ ഒരു ഡിഗ്രി എടുത്തിട്ടുണ്ട് ഏകദേശം 10 വർഷം മുമ്പിട്ട്. അതുപോലെ തന്നെ അതിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെയാണ്.
അപ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും ഈ ഒരു ബിസിനസ് പലപ്പോഴും സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ വരിക ഒരു ജോലിയോ അല്ലെങ്കിൽ യാതൊരു വേറെ സർട്ടിഫിക്കറ്റ് കാര്യം ഇല്ലാത്ത ആളെ ചെയ്യുന്നു. പക്ഷേ ഈ ഒരു മേഖലയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് നമ്മൾ ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുത്ത് ബിസിനസ്സിനെ കൊണ്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ആണ്. അങ്ങനെ ഏറ്റെടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ ഫുൾ ടൈം ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്കൊക്കെ ആഗ്രഹിക്കുമ്പോഴത്തെ ഫസ്റ്റ് തന്നെ റൂബി എന്ന റാങ്കിൽ എത്തിയ സമയത്തുള്ള ഒരു പോസ്റ്ററാണ്. അങ്ങനെ ശക്തമായിട്ട് ഏറ്റെടുത്ത് ചെയ്ത സമയത്ത് പിന്നെ ടി സിയിലേക്ക് എത്തി. നമുക്കറിയാം ഒക്കെ ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് അല്ലെങ്കിൽ ഏറ്റെടുത്ത് ചെയ്തു തുടങ്ങിയാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ടീം കോർഡിനേറ്റർ എന്ന റാങ്ക് നമുക്കറിയാം. ഒരു കമ്പനി മീറ്റിംഗിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേജിലേക്ക് കയറാൻ അതായത് നമുക്കറിയാം 3 ലേക്ക് കമ്പനി ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന റാങ്കാണ് ടി സി എന്നുള്ളത്. ഇപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഞാനും ആഗ്രഹിച്ചു. ആ ഒരു റാങ്കിലേക്ക് തന്നെ എത്താൻ പറ്റി. അന്ന് പെർഫോമൻസോട് കൂടി അന്ന് ടി സിയിലേക്ക് എത്തിയത്. അതേപോലെ തന്നെ നമുക്ക് ഈ ബിസിനസ്സിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന അംഗീകാരങ്ങൾ ബാക്കി ഏത് മേഖലയിലും നമുക്ക് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ നേട്ടങ്ങൾ ഉണ്ടാക്കിയാൽ ഒരിക്കലും അംഗീകരിക്കപ്പെടുന്നില്ല. എന്റെ ഈ ഒരു ബിസിനസ് മൈ ലൈഫിന്റെ ബിസിനസ്സിൽ ഏറ്റവും എനിക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന മറക്കാൻ പറ്റാത്ത ഒരു റെക്കഗ്നൈസേഷൻ ഞാൻ ടി സി ആയ സമയത്ത് എനിക്ക് കിട്ടിയ അംഗീകാരമാണ്. കാരണം നമ്മൾ പല മേഖലയും പ്രവർത്തിച്ച സമയത്തും പല കാര്യങ്ങൾ ചെയ്ത സമയത്തൊന്നും ഒരിക്കലും നമുക്ക് എവിടെയും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ഇതില് അന്ന് നമുക്ക് നോക്കണം എല്ലാ ആളുകൾക്കും ആ ഒരു ചിത്രം കണ്ടാൽ മനസ്സിലാവും ഈ ഒരു ബിസിനസിന്റെ ഒരു സാധ്യത. എന്നുവെച്ചാല് നമ്മൾ നേട്ടം ഉണ്ടാക്കുമ്പോൾ നമ്മളെ ടീമിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ ഈ മൈലൈഫ് ചെയ്യുന്ന എല്ലാ ആളുകളും നമ്മുടെ നേട്ടത്തെ അവിടെ അംഗീകരിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ അത് ആഘോഷിക്കുകയാണ്. എല്ലാ ആൾക്കാരും ഫോട്ടോ കഴിഞ്ഞിട്ട് എടുക്കുന്ന രീതിയിലേക്ക് മാറിയപ്പോ എന്റെ ഈ ഒരു ബിസിനസ് ലൈഫിൽ ഏറ്റവും ഓർമ്മിക്കാൻ വരുന്ന ഒരു അംഗീകാരമായിരുന്നു. അതിനുശേഷം പലതും കിട്ടിയിട്ടുണ്ട്. പിന്നീട് എ ടി സിയിലേക്ക് എത്തി. പിന്നെ ടി ടി സിയിലേക്ക് എത്തി. ഇതൊക്കെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുത്ത് ചെയ്ത സമയത്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് മാറാൻ സാധിച്ചു. അങ്ങനെ എസ് ടി സിയിലേക്ക് എത്തി. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന റാങ്കിലാണ്. അങ്ങനെ ആ സമയത്ത് കിട്ടിയ ഒരു റെക്കഗ്നൈസേഷൻ ആണ്. ഏകദേശം നമുക്കറിയാം ഇത് സ്റ്റേജിലുള്ള ഒരു ഫോട്ടോ കാണുന്നെങ്കിൽ ഏകദേശം 2000-3000 ആളുകൾ പങ്കെടുത്ത ഒരു വേദിയിൽ നിന്നാണ് ഈ അംഗീകാരം കിട്ടുന്നത്. നമുക്കറിയാം ഇന്ന് ആളുകൾ ഇത്തരം അംഗീകാരങ്ങൾ കിട്ടാൻ വേണ്ടി നമുക്ക് സമൂഹത്തിലുള്ള ആളുകളൊക്കെ ഒരുപാട് പൈസ കൊടുത്തിട്ട് പല ആളുകളും ഇത്തരം അംഗീകാരങ്ങൾ വാങ്ങുന്നതാണ്. ആ സമയത്ത് നമുക്ക് ഈ ബിസിനസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ അംഗീകാരങ്ങളൊക്കെ നമ്മളെ തേടിയെത്തുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ഈ ബിസിനസ് ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുത്തു. ഞാൻ എൻ്റെ 25-ാമത്തെ വയസ്സിലാണ് ഈ ബിസിനസ് ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുത്തത്. അപ്പോൾ അതിനുശേഷം 29-ാമത്തെ വയസ്സ് നമുക്ക് ഈ ഒരു കാർ അച്ചീവ് ചെയ്യാൻ സാധിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ചെറുപ്രായത്തിൽ തന്നെ ഒരു വണ്ടിക്ക് ഭയങ്കര ക്രൈസുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ആദ്യം തന്നെ 20 വയസ്സ് അങ്ങനെ കഴിഞ്ഞ സമയത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വണ്ടി, ഒരു ചെറിയ വണ്ടി അന്ന് കുറേയൊക്കെ സംഘടിപ്പിച്ചിട്ട് വാങ്ങിയത് ഒരു പഴയ കാറ് വാങ്ങിയിരുന്നു. കാരണം അന്ന് പുതിയൊരു കാറ് വാങ്ങുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ഒരു അടങ്ങാത്ത ആഗ്രഹം കൊണ്ട് ഞാൻ കാറൊന്ന് വാങ്ങി ഒരു കുറിയൊക്കെ സംഘടിപ്പിച്ചിട്ട്. പക്ഷെ അതൊരു ചെറിയൊരു കാറായിരുന്നു. നമുക്കറിയാം വണ്ടി ഓടിക്കുന്ന ആളെ സമയത്തോട് മനസ്സിലാകും. നമ്മൾ ലോക്കൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ആ വണ്ടിയുടെ അടി തട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം നാട്ടിൻ പുറത്തൊക്കെ അങ്ങനത്തെ ആ രീതിയിലുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. ആ സമയത്തൊക്കെ ആഗ്രഹിച്ചിരുന്നു ഒരു അടിയൊന്നും തട്ടാത്ത നല്ല രീതിയിലുള്ള ഒരു വാഹനം. പലപ്പോഴും അത്ര ആൾക്കാർ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ എനിക്കറിയാം ഒരിക്കലും ആ ഒരു സാഹചര്യത്തിൽ ഒരു അങ്ങനത്തെ ഒരു വലിയൊരു വണ്ടിയിലേക്കൊന്നും മാറാൻ പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആഗ്രഹമൊക്കെ മാറ്റി വെച്ചു. പക്ഷെ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് 2 വർഷം ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുത്ത സമയത്ത് ഏകദേശം ഈ വണ്ടിയുടെ വില എല്ലാവർക്കും അറിയാം. ഒരു 15 ലക്ഷം 16 ലക്ഷത്തോളം വരുന്ന ഈ ഒരു വണ്ടി എനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. ഈ ബിസിനസിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്നത് ഞാൻ ഇതിലൊരു അഹങ്കാരമായിട്ട് പറയുന്നതല്ല. നമുക്ക് നിങ്ങൾ നാട്ടിലെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. ഒരു 15 ലക്ഷം രൂപയുടെ മുകളിലുള്ള ഒരു വണ്ടി ഒരു 30 വയസ്സിന്റെ താഴെയുള്ള എത്ര ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളൊന്ന് ഉണ്ടോ എന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. കാരണം അങ്ങനെ വണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്നിക്കില്ലെങ്കിൽ ഉപ്പാൻ്റെതോ അല്ലെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും വണ്ടിയായിരിക്കും. അപ്പൊ ആ രീതിയിലുള്ള ചെറിയ പ്രായത്തിലേക്ക് ഈ ഒരു നേട്ടത്തിലേക്ക് എത്താൻ സഹായിച്ചത് ഈ ബിസിനസ്സിലേക്ക് വന്നതുകൊണ്ട് മാത്രമാണ്. ഈ ബിസിനസ്സിന് ഒരു പൊട്ടൻഷ്യലാണ്. അങ്ങനെ ഈ വണ്ടിയുടെ നമ്പർ നമ്പർ കാണിക്കേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോട്ടോ വെച്ചത്. ഈ ഇത് കാണുന്ന ആളുകൾക്ക് ആയിരിക്കും ഇതിന്റെ നമ്പറിന്റെ ഒരു പ്രത്യേകത ആയിരിക്കും മനസ്സിലായി. ഇത് പൈസ കൊടുത്ത് വാങ്ങിയത് തന്നെയാണ്. കാരണം ഈ ബിസിനസ്സിനെ അത്രത്തോളം നമ്മള് എന്താ പറയാ ഉള്ളിലേറ്റിയത് കൊണ്ട് ഇത് വെറും ഒരു നമ്പറായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ അതിന്റെ 18 AC 72 10 എന്നാണ് നിങ്ങൾ വായിക്കും അല്ലെ.
പക്ഷെ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് മൈ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം 18 വയസ്സായ ആർക്കും അക്കൗണ്ടിൽ 7 ദിവസം കൊണ്ട് നമുക്ക് 2,10,000 വാങ്ങിയെടുക്കാവുന്നതാണ്. എല്ലാവരും നമ്പർ ഒന്ന് സൂക്ഷിച്ച് നോക്കുക. എല്ലാവരും കാണുന്നുണ്ടോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുക്കുകയാണ്. ആ നമ്പർ പോലും നമ്മൾ ഇത് വെറുതെ കിട്ടിയാൽ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. പക്ഷെ ആരും ലേലത്തിനൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂടുതലൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ആ രീതിയിലൊക്കെ മാറാൻ സാധിച്ചു. ആ സമയത്ത് നമ്മളെ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോ ആണ് നമ്മള് വണ്ടി ഇറക്കിയ സമയത്തുള്ള. നമ്മളെ ബെന്നി സാർ ഉൾപ്പെടെ അന്ന് ഒരുപാട് ലീഡേഴ്സ് അന്ന് ഇവിടെ പങ്കെടുത്തിരുന്നു. ആ സമയത്ത് ഉണ്ടായിരുന്ന ഓരോ ഫോട്ടോകളാണ്. അപ്പൊ നമ്മളെ ആ സ്പോട്ടിൽ നമുക്കറിയാം നമ്മളെ എല്ലാത്തിനും ഈ ഒരു ബിസിനസ് തന്നെ എന്നെ പരിചയപ്പെടുത്തിയ വ്യക്തി ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്തിട്ടില്ലെങ്കിലും എന്റെ കൂടെ ഈ ബിസിനസിന്റെ എല്ലാ നേട്ടങ്ങൾക്കും എല്ലാ മാറ്റങ്ങൾക്കും എന്റെ കൂടെ എപ്പോൾ ഉണ്ടായിരുന്ന നൗഫൽ സാർ. കാരണം നൗഫൽ സാറൊക്കെ ഒരു നിരന്തരം ഫോളോ അപ്പിന്റെ ഭാഗമാണ് ഈ ബിസിനസ്സിലൊക്കെ ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുക്കാനും അല്ലെ ചെയ്യാനും പ്രേരിപ്പിച്ചത്. കാരണം ഏകദേശം ഒരു 1-2 വർഷത്തോളം പലപ്പോഴും എന്നെ ഫോളോ അപ്പ് ചെയ്യാൻ വരും. ഞാൻ ജ്വല്ലറിയിലായിരിക്കും. ഇനി അതല്ലെങ്കിൽ ജ്വല്ലറി മുമ്പോട്ട് പോകുന്ന സമയത്ത് തന്നെ ഫോളോ അപ്പ് ചെയ്യും. അപ്പോൾ സാർ ശീതൻ സാർ വീട്ടിലേക്ക് വരും. ഇപ്പൊ രാവിലെ എന്റെ വീട്ടിലേക്ക് വരും. ഞാൻ ആ സമയത്ത് വോളിബോൾ കളിക്കാൻ പോക്കുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്ന അമ്മ പറയും പോയി കളിക്കാൻ പോയി എന്ന് പറയും. അപ്പൊ ഗ്രൗണ്ടിൽ അവിടെ കാത്തിരിക്കും. ഞാൻ ഇങ്ങനെ ഇപ്പൊ ആ ഒരു രംഗം ഓർമ്മിക്കുകയാണ്. അപ്പം കളി കഴിയുന്നത് വരെ അവിടെ കാത്തിരിക്കും. അപ്പോൾ വളരെ ഷെഡ്യൂൾ ആയിരിക്കും. കാരണം 9 മണിയൊക്കെ അന്ന് ഷോപ്പിൽ എത്തേണ്ടി വരും. ആ സമയത്ത് എന്ത് ചെയ്യും, 8:30 8:45 അതിനെ കളിയാ. പെട്ടെന്ന് വീട്ടിലൊന്ന് കുടിച്ചു പോകേണ്ട ഒരു സാഹചര്യം. അപ്പൊ ഞാൻ പറയും എന്നെ ഒരു മണിക്കൂറോളം അവിടെ കാത്തു നിൽക്കും കളി കഴിയുന്നവരെ. അപ്പോ കളി കളി കഴിഞ്ഞാൽ ഞാൻ പറയും പെട്ടെന്ന് പോകണം, വണ്ടി എന്താക്കും, നമുക്ക് അന്നേരം ഒഴിവായി കളിയല്ലേ ചെയ്യാം. ഇങ്ങനെ ഒരു 1.5 വർഷം എന്റെ കൂടെ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് എന്നെ ബിസിനസ് വെച്ചത്. ആ സമയത്ത് ഞാൻ വണ്ടി ഇറക്കിയ സമയത്ത് അപ്പൊ സാറെ വക അന്നേരം സ്പോട്ടിൽ കിട്ടിയ ഒരു ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മള് എന്റെ ഒരു അതിയായ ആഗ്രഹമായിരുന്നു ഈ ഒരു എന്താ പറയുക തീർത്ഥാടന മക്കയിലേക്ക് അല്ലെങ്കിൽ ഒരു ഉംറക്ക് പോകാന്നത്. എന്റെ മാത്രമായിരുന്നില്ല, ഉമ്മ എപ്പോഴും പറയും ഉംറക്ക് പോകണം ഉംറക്ക് പോകണം എന്നുള്ളത്. പക്ഷെങ്കിൽ ഈ ഒരു ബിസിനസ്സിൽ ഏറ്റെടുത്ത സമയത്ത് നമുക്കറിയാം ഈ ഒരു യാത്ര എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നതാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ സാമ്പത്തിക സാഹചര്യം മറ്റും കൊണ്ട് പലപ്പോഴും നമ്മൾ മാറ്റി വെക്കലാണ്. പക്ഷേ ഉമ്മാനെ കൂട്ടി കഴിഞ്ഞ വർഷം ഇതേപോലെ ഉംറക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ ബിസിനസ്സിലൂടെ ഉണ്ടായ നേട്ടങ്ങൾ. അപ്പോൾ ഈ ബിസിനസ് ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങളാണ് നമുക്ക് ഏതൊരു മേഖലയിലും സക്സസ് ആണെങ്കിലും വേണ്ടിയത്. ഒന്ന് എന്താണ് നമ്മൾ ചെയ്യുന്ന മേഖല എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വൈ ഏറ്റവും കൂടുതൽ ഈ ബിസിനസ് മാത്രമല്ല നമ്മുടെ ലൈഫിലായാലും നമ്മൾ ഏതൊരു മേഖലയിലേക്ക് നമ്മൾ ചെയ്യുന്ന സമയത്തും നമുക്ക് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത്, ഒരു പർപ്പസ് നമുക്ക് കൃത്യമായിട്ടുണ്ടായി. അതുപോലെ തന്നെ ഇതെങ്ങനെ ചെയ്യണം എന്നല്ല, ഈ 3 കാര്യങ്ങൾ ചെറുതായിട്ട് ഒന്ന് നമുക്ക് വിശകലനം ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ വേണം. അത് ബിസിനസ് ആയി കഴിഞ്ഞാലും എന്ത് കാര്യമായി കഴിഞ്ഞാലും നമുക്ക് ഇത് അറിയുന്ന കാര്യങ്ങൾ. അത് ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്ന മേഖല നമുക്കറിയാം ഡയറക്ട് സെല്ലിംഗ് ആണെന്നുള്ളത്. അപ്പോൾ ഡയറക്ട് സെല്ലിംഗ് പറയുന്ന നമുക്കറിയാം നിലവിൽ നമ്മൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കച്ചവട രീതിയാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. നമ്മൾ നിലവിൽ ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ ആണെങ്കിൽ നമുക്കറിയാം നമ്മൾ അടുത്തുള്ള ഒരു റീറ്റെയിൽ ഷോപ്പിൽ പോയിട്ടാണ് ആ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്. ഒരിക്കലും നമുക്കറിയാം ആ ഉൽപ്പന്നങ്ങൾ ഒരിക്കലും ആ ഒരു സ്ഥാപനത്തിൽ മാനുഫാക്ചർ ചെയ്തതല്ല. അപ്പൊ അവിടെ ഒരു ഹോൾസെയിൽ ത്രൂ അവിടെ എത്തും. അതേപോലെ തന്നെ ജില്ലാ ഡിസ്ട്രിബ്യൂട്ടർ, സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂട്ടർ, അങ്ങനെ ഒരു മാനുഫാക്ചർ കയ്യിൽ നിന്നും ഒരുപാട് ഇടനിലക്കാർ കൈമാറിയിട്ടാണ് ആ ഒരു ഉൽപ്പന്നം നമ്മൾ കൈകളിലേക്ക് എത്തുന്നത്. നമുക്കറിയാം അതുപോലെ തന്നെ ഒരു ഉൽപ്പന്നം വിറ്റഴിക്കണമെങ്കിൽ ഇവിടെ ഒരുപാട് അഡ്വർടൈസ്മെന്റ് ഉണ്ടാവും. ടി വിയിലൊക്കെ പരസ്യം കാണുന്നതാണ്. ലക്ഷങ്ങളും കോടികളാണ് കമ്പനികൾ അഡ്വർടൈസ്മെന്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ സാധാരണ ഒരു മാർക്കറ്റിംഗ് കൺസെപ്റ്റ് പറയുന്നത് ഒരു ഉൽപാദകന് ഒരു ഉൽപ്പന്നത്തിന്റെ വെറും 40% മാത്രമേ അദ്ദേഹത്തിന് ലാഭം അടക്കം വരുന്നത്. ബാക്കി വരുന്ന 60%-ത്തോളം തുക, ഇത് ശ്രദ്ധിച്ചു കേൾക്കണം, ബാക്കി വരുന്ന 60%-ത്തോളം തുക നമ്മൾ കൊടുക്കുന്നത് ഇടനിലക്കാർക്കും പരസ്യക്കാർക്കാണ്. ഉദാഹരണത്തിന് നമ്മൾ അടുത്തുള്ള കടയിൽ പോയിട്ട് ഒരു 10 രൂപയുടെ ഒരു സോപ്പ് വാങ്ങിക്കുന്ന സമയത്ത് ആ ഒരു ഉൽപാദനം സംബന്ധിച്ചിടത്തോളം വെറും 4 രൂപ മാത്രമേ ലാഭം അടക്കം വരുന്നത്. ബാക്കി വരുന്ന 6 രൂപ നമ്മൾ കൊടുത്തത് ഇടനിലക്കാർക്കും ഇതേപോലെ പരസ്യക്കാർക്കും വേണ്ടിയിട്ടാണ്. അതിപ്പോ ഒരു 10 രൂപയുടെ സോപ്പ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അത്രത്തോളം അതിന്റെ വലിപ്പം മനസ്സിലാവില്ല. ഉദാഹരണത്തിന് നമ്മളൊരു ഒരു ഐഫോൺ, 1 ലക്ഷത്തിന്റെ ഒരു ഐഫോൺ ആണ് വാങ്ങുന്നതെങ്കിൽ ശരിക്കത് 40,000 രൂപ മാത്രമേ അതിന്റെ ഉൽപാദകന് ലാഭം അടക്കം വരുന്നത്.
ബാക്കി വരുന്ന 60,000 രൂപ നമ്മൾ കൊടുത്തത് ഇടനിലക്കാർക്കും പലിശക്കാരാണ്. ഇതാണ് നിലവിലുള്ള ട്രഡീഷണൽ മാർക്കറ്റ്, നിലവിലെ മാർക്കറ്റ് കച്ചവട രീതി. അതായത് നമ്മൾ ഡയറക്ട് സെല്ലിംഗിലേക്ക് വരികയാണ്. ഇവിടെയും നമുക്കറിയാം ഏതൊരു ഉൽപ്പന്നത്തിന് ഒരു മാനുഫാക്ചർ ഉണ്ടാവും. ആ മാനുഫാക്ചറിൽ നിന്ന് അത് നമ്മുടെ കമ്പനിയുടെ സ്റ്റോറിലേക്ക്, ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് എത്തുന്നു. പിന്നീട് അത് വാങ്ങി ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ നെറ്റ്വർക്കിലൂടെ ആ സാധനങ്ങൾ വിറ്റഴിച്ചു പോകുന്നു. അപ്പൊ നേരത്തെ ഇടനിലക്കാർക്കും പലിശക്കാർക്കും കൊണ്ടുപോയ അല്ലെങ്കിൽ കൊടുത്ത ആ 60% നമുക്ക് ഈ ഒരു ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇടയിലേക്ക് വീതിക്കപ്പെടുന്ന ഒരു കച്ചവട രീതിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളത്. നമുക്കറിയാം ട്രഡീഷണൽ മാർക്കറ്റിംഗ് അതേപോലെ തന്നെ ഡയറക്ട് സെല്ലിംഗ് തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്കറിയാം ഒരു ട്രഡീഷണൽ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഇന്ന് കുറച്ച് മുന്നേ ഒക്കെ ആണെങ്കിൽ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇന്ന് പക്ഷെങ്കിൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കോടികൾ ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ അത് തിരിച്ചു കിട്ടുമോ നഷ്ടമാകുമോ എന്നുള്ള യാതൊരു ഉറപ്പുമില്ലാത്ത രീതിയിലേക്കാണ് ഇന്നത്തെ ട്രഡീഷണൽ ബിസിനസ് നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്നത്. അതായത് നമുക്ക് ഡയറക്ട് സെല്ലിംഗ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ യാതൊരു സെറ്റപ്പ് കോസ്റ്റും ഇല്ല. ഫ്രീ ഓഫ് മെമ്പർഷിപ്പിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മന്ത്ലി റെന്റ്, നമുക്കറിയാം ഒരു ഷോപ്പ് നടത്തുന്ന ആളെ സംബന്ധിച്ച് അവർക്കൊക്കെ അറിയാവുന്നതാണ്, മാസത്തിൽ റെന്റ് കൊടുക്കണം. ഇവിടെ നമുക്ക് യാതൊരു രീതിയിലുള്ള റെന്റോ കാര്യങ്ങളോ മാസം ആവശ്യമില്ല. അതേപോലെ തന്നെ ഏറ്റവും വലിയാണ് നമുക്കറിയാം എല്ലാ ദിവസവും ഷോപ്പൊക്കെ നടത്തുന്ന ആളുകൾ എല്ലാ ദിവസവും അത് തുറക്കുകയും അതേപോലെ തന്നെ ക്ലോസ് ചെയ്യുകയും വേണം. ഓപ്പണിംഗ് ക്ലോസിംഗ് എല്ലാ ദിവസവും ഉണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു ബിസിനസ് നമുക്ക് അത്തരത്തിലുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ 12 മണിക്കൂർ മുതൽ 14 മണിക്കൂർ വരെയാണ് നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് ഇതിലാകെ 2 മണിക്കൂറോ 3 മണിക്കൂറോ മാത്രമേ നമ്മൾ കൃത്യമായിട്ടുള്ള വർക്കിന്റെ ആവശ്യം വരുന്നുള്ളൂ. അതേപോലെ തന്നെ ലെസ് ടൈം ഫോർ ഫാമിലി അല്ലെ, ഒരു ഷോപ്പില് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന സംബന്ധിച്ചിടത്തോളം ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയം വളരെ കുറവാണ്. നമ്മൾ കൂടുതൽ സമയവും നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഫാമിലിയിലാണ്. തുടക്കത്തിൽ അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് വലിയ നേട്ടം ഉണ്ടാവില്ല. ക്ലോസ് അതിൽ തന്നെ നമുക്കറിയാം ഒരു ഷോപ്പ് ക്ലോസ് ചെയ്താൽ അല്ലെങ്കിൽ തുറന്നിട്ടില്ലെങ്കിൽ അവിടെ വരുമാനം ഒന്നും ഇല്ലാതാണ്. അതേപോലെ നമുക്കറിയാം ഇതിൽ നമ്മളൊരു ടീം ഉണ്ടെങ്കിൽ നമുക്ക് പാസീവ് ഇൻകം കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷന്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ സ്റ്റാഫിന് സാലറി കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു നമുക്കറിയാം വലിയ സ്ഥാപനമായി കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രിസിറ്റി ബില്ലുണ്ട്, കറണ്ട് ബില്ല് അടിക്കേണ്ടതുണ്ട്. അത് നമുക്ക് ഈ ഡയറക്ട് സെല്ലിംഗിന്റെ ആവശ്യമില്ല, ആ എക്സ്പെൻസ് ഇല്ല. വലിയ കമ്പനികളൊക്കെ ലോയേഴ്സ് വക്കീലുമാരൊക്കെ വെക്കേണ്ടതുണ്ട്, അതിന് ഇതിന് ആവശ്യമില്ല. ടാക്സ് അടക്കുന്ന ആളുകൾ അതൊക്കെ നമ്മൾ കമ്പനി ചെയ്യുന്നതാണ്. അതുതന്നെ അക്കൗണ്ടിങ്, പബ്ലിക് ഹോളിഡേസ്, അങ്ങനെ ഒരുപാട് നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് ഡയറക്ട് സെല്ലിംഗ് ട്രഡീഷണൽ മാർക്കറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ്, ഇതിന്റെ ഒരു ഗുണങ്ങൾ ഡയറക്ട് സെല്ലിംഗ് തമ്മിൽ വ്യത്യാസം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോ സെറ്റപ്പ് കോസ്റ്റ് ആണ്. നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ രീതിയിൽ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ നമുക്കറിയാം വലിയ രീതിയിലുള്ള സെറ്റപ്പ് കോസ്റ്റ് ഒരു സാധാ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആവശ്യമുണ്ട്. പക്ഷെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കറിയാം യാതൊരു രീതിയിലുള്ള ലാൻഡോ ലേബറോ ക്യാപിറ്റലോ ആവശ്യമില്ല. ഇതൊന്നും കൂടാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതായത് നോ ബോസ് ബിസിനസ് ആണ്. നമുക്കറിയാം ഏത് ജോലിയിൽ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ കീഴിൽ അണ്ടറിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. നമുക്കൊരു ലീവ് ആണെങ്കിൽ, നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാം ആണെങ്കിൽ, അല്ലെങ്കിൽ കല്യാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുന്ന സമയത്ത് അവരോട് ഇങ്ങനെ ചോദിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആ ലീവിന് വേണ്ടിയിട്ട് അപേക്ഷിക്കണം. പക്ഷെ നമ്മളെ ബിസിനസ് സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ബോസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നമ്മളതായിട്ടുള്ള ബിസിനസ്, ഓൺ ബിസിനസ് ആയിട്ട് നമുക്കിത് റൺ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നോ ടൈം ലിമിറ്റ്. നമുക്കൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ രാവിലെ 8 മണിക്കൂർ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ അല്ലെങ്കിൽ ഇത്ര സമയം വരെ നമ്മൾ വർക്ക് ചെയ്യണം. പക്ഷെ നമുക്ക് യാതൊരു ടൈം ലിമിറ്റും ഇല്ല എന്നുള്ളതാണ്. ഇതിൽ ടൈം ലിമിറ്റ് ഇല്ല എന്നുള്ളത് നമുക്കതൊരു പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും. കാരണം ടൈം ലിമിറ്റ് ഇല്ലാതെ നമുക്കറിയാം 24 hours ആണെങ്കിൽ നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാം. ഒരാൾ എത്രത്തോളം ഇതിൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു അത്രത്തോളം അവർക്ക് കൂടുതൽ വർക്ക് ചെയ്യണം. അത് നോ ടാർഗറ്റ്, യാതൊരു ടാർഗറ്റോ കാര്യങ്ങളോ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചുള്ള ഇത്ര ടാർഗറ്റ് ഉണ്ടാവും. ആ ടാർഗറ്റ് ഒക്കെ അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപാട് ചീത്ത വിളി, ഒരുപാട് കാര്യങ്ങൾ വർക്ക് ചെയ്ത ആളുകൾക്ക് മനസ്സിലാവും. അപ്പൊ ഇതിന് യാതൊരു ടാർഗറ്റും ഇല്ല. നമുക്ക് സ്വന്തമായിട്ടുള്ള ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നോ ഏരിയ ലിമിറ്റ്. നമുക്കൊരു സാധാരണ രീതിയിൽ ഒരു കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു നിശ്ചിത ഏരിയ ലിമിറ്റ് ഉണ്ടാവും. നമുക്കിത് ഇന്ത്യയിൽ എവിടെയും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ നോ ക്വാളിഫിക്കേഷൻ റിക്വയർഡ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. കാരണം ഇന്ന് വലിയൊരു സ്ഥാപനത്തിലൊക്കെ നല്ല രീതിയിൽ ഒരു ജോലി നമുക്ക് കിട്ടണമെങ്കിൽ അവിടെ നമുക്ക് ഒരുപാട് ക്വാളിഫിക്കേഷൻ ചോദിക്കും അല്ലെ, ഡിഗ്രി അങ്ങനെ ഏതാണോ അതിന്റെ ജോലി ആ ജോലിക്ക് അനുസരിച്ച് ക്വാളിഫിക്കേഷൻ. പക്ഷെ ഇതിൽ യാതൊരു ക്വാളിഫിക്കേഷൻ ഇല്ല. നമുക്ക് പറയാ കൃത്യമായിട്ടുള്ള എഴുത്തും വായന പോലും അറിയാത്ത ആളുകൾ പോലും വലിയ അച്ചീവ്മെന്റ് ബിസിനസ്സിൽ ഉണ്ടാക്കുന്നതാണ്. അതിന് എക്സ്പീരിയൻസ് റിക്വയർഡ്. നമുക്കറിയാം ഇന്ന് പല ആൾക്കാർ കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഡിഗ്രി അല്ലെങ്കിൽ ഏതോ കോഴ്സ്, ടെക്നിക്കൽ കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ, പിന്നീട് ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട്
പക്ഷെ ഇതിൽ നമുക്കൊരു യാതൊരു എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ലീഡേഴ്സ് നമ്മൾ കൂടെ ഉണ്ടെന്നാണ്. അതേപോലെ നോ റിട്ടയർമെന്റ്. നമുക്കറിയാം ഇന്ന് പല ആൾക്കാരും പല ഗവൺമെന്റ് ഉദ്യോഗമായാലും അല്ലെങ്കിൽ ഏത് മേഖലയായി കഴിഞ്ഞാലും അവിടെ റിട്ടയർമെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ പിരിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷെ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ഒരു ഡയറക്ഷനിലെങ്കിൽ നമുക്ക് ജീവിതകാലം മുഴുവൻ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അത്രയാണ് എന്താണ് ബിസിനസ്. അപ്പോൾ വൈ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വൈ. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യണം എന്നുള്ളതിലുപരി ഞാൻ എന്തുകൊണ്ട് ഈ ബിസിനസ് ചെയ്തു എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ വൈ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആദ്യം നമുക്കറിയാം മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യുന്നത് ഒരു ബിസിനസ്സാണ്. അപ്പോൾ ഒരു ജോബും ബിസിനസ്സും തമ്മിലുള്ള ഒരു വ്യത്യാസം ഏതാണ് ഇത് നല്ലതെന്ന് നമുക്ക് ആദ്യം ഇത് നമുക്ക് മനസ്സിലാകേണ്ടത്. നമുക്ക് നമ്മുടെ നാട്ടിൽ ഇതുപോലെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ചിലപ്പോൾ ഈ ഒരു എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ചിലപ്പോൾ ഇതേ രീതിയിലുള്ള ഈ ജോലി അല്ലെങ്കിലും പല രീതിയിൽ നമുക്ക് അധ്വാനിക്കുന്ന ജോലികൾ ചെയ്യുന്ന ആളുകളാണ്. അതായത് നമുക്ക് എടുത്ത നാട്ടിൽ പരിശോധിച്ച് ചോദിക്കാൻ ഇതേപോലെ വലിയ ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ്. കാരണം അവർക്കും 24 hours തന്നെയാണ്, നമുക്കും ഇതേപോലെ തന്നെ 24 hours തന്നെയാണ്. പിന്നെ അവരുടെ ഒരു ചിന്തയിൽ അവർ മാറി ചിന്തിച്ചതുകൊണ്ട് ബിസിനസ് ഏറ്റെടുത്തുകൊണ്ടാണ് ഈ രീതിയിലേക്ക് മാറാൻ കഴിഞ്ഞത്. ഒരിക്കലും ഒരാളുകളും ഈ രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഈ രീതിയിൽ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നമുക്ക് ഈ ജോലിയും ബിസിനസ്സും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ബിസിനസ്സിനെ ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രൊഫഷൻ ആയിട്ട് നമ്മൾ കാണുന്നതാണ് ഡോക്ടേഴ്സ്. അപ്പോൾ നമുക്കറിയാം ഇന്ന് ഡോക്ടർ പഠിക്കണമെങ്കിൽ തന്നെ ഏകദേശം 1 കോടിയുടെ മേലെ എക്സ്പെൻസ് ആണ്. അപ്പോൾ ഒരു ഡോക്ടർ ആയി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് അല്ലെങ്കിൽ ലൈഫ് സക്സസ് ആയി അല്ലെങ്കിൽ ഒരുപാട് വരുമാനം ഉണ്ടാക്കുക എന്നുള്ള മൈൻഡ് സെറ്റ് ആണ്. നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ നാട്ടിലുള്ള ഈ 2 ഫോട്ടോ കാണുമ്പോൾ ഒന്ന് നിങ്ങളുടെ നാട്ടിലെ എന്തെങ്കിലും അല്ലെങ്കിൽ കുടുംബത്തിലെ ഡോക്ടേഴ്സ് ഉണ്ടാവും. ഒന്ന് നിങ്ങളുടെ ഡോക്ടറാണ് മനസ്സിൽ കാണുക, അതുപോലെ തന്നെ മറ്റൊരു ബിസിനസ്മാൻ ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഒരു MBBS കഴിഞ്ഞ് ഒരു ഡോക്ടറായി കഴിഞ്ഞാൽ പോലും അവർ രാവിലെ പോയി ഡ്യൂട്ടിക്ക് പോയാൽ അല്ലെങ്കിൽ ജോലി ചെയ്താൽ മാത്രമേ വരുമാനമുള്ളൂ. അതേസമയം ചിലപ്പോൾ ഈ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ 4ാം ക്ലാസ് ചിലപ്പോൾ ഒരു വിദ്യാഭ്യാസം ഉണ്ടാവില്ല. അയാൾ ഒരു 10 ദിവസം ജോലിക്ക് പോയിക്കില്ലെങ്കിൽ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിൽ വരുമാനം കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ജോലിയും ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടറായി കഴിഞ്ഞാൽ പോലും ഡെയിലി ജോലിക്ക് പോയാൽ മാത്രമേ അവിടെ വരുമാനമുള്ളൂ. ബിസിനസ് ആകുമ്പോൾ നമ്മുടെ സിസ്റ്റം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളില്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്കവിടെ വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് മാറാൻ സാധിക്കുന്നുള്ളതാണ്. ഈ ഒരു കണക്ക് ഞാൻ ഏത് മീറ്റിങ്ങിൽ പോകുന്ന സമയത്തും പലപ്പോഴും പറയുന്ന ഒരു കണക്കാണിത്. കാരണം നമ്മള് ഈ ബിസിനസിന്റെ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു കണക്ക് പല ആളുകൾക്കും അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു കണക്ക്, അപ്പൊ ഇത് പലതവണ കേട്ട ആളുകളുണ്ടെന്നാണ്, കേൾക്കാത്ത ആളുകളുണ്ടാവും. അപ്പോൾ ഒരു 70 വയസ്സായ ഒരു വ്യക്തിയുടെ ഒരു ഫോട്ടോ ആണ് ഈ കാണുന്നത്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു കണക്ക് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് കേട്ടാൽ പോലെ കൃത്യമായി ചിന്തിച്ചാൽ മാത്രമേ ഈ ഫോട്ടോ കൊണ്ട്, ഇല്ലെങ്കിൽ വെറും ഒരു ചിത്രമായിട്ട് മാറും. അപ്പോൾ 70 വയസ്സായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യക്തിയാണിത്. ഇപ്പോൾ 50 വർഷമായി അദ്ദേഹം ജോലി ചെയ്യും. എന്തായാലും 20 വയസ്സിലേക്ക് അദ്ദേഹം ജോലിക്ക് എന്താ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഡെയിലി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു 500 രൂപ ആദ്യത്തെ കാലത്ത് 500 ഉണ്ടാവില്ല, എന്നാൽ ഏവറേജ് നമുക്ക് മാക്സിമം ഒരു 500 രൂപ അദ്ദേഹത്തിന് ഡെയിലി വരുമാനമുണ്ട്. അദ്ദേഹം 50 കൊല്ലമായി ജോലി ചെയ്യുന്നു. ഡെയിലി 500 രൂപയാണ് വരുമാനം. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം എന്ന് വെച്ചാൽ ദിവസം 500 കിട്ടുമ്പോൾ ഒരു മാസത്തേക്ക് 15,000. 500 × 30 15,000. സ്ക്രീൻ കൃത്യമായിട്ട് കാണുന്നില്ല? ഓക്കെ കാണുന്നുണ്ട് സാർ. ഓക്കെ ഓക്കെ ആ. അപ്പൊ 500 രൂപ ഡെയിലി വരുമാനം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാസം 15,000 രൂപ ഉണ്ടാവും. അങ്ങനെ അദ്ദേഹം ഒരു കൊല്ലം അതേ രീതിയിൽ ഡെയിലി 500 രൂപക്ക് വേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1,80,000 രൂപയാണ് ഉണ്ടാവുക. അപ്പോ അദ്ദേഹം ഒരു 50 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൊല്ലം 1,80,000 കൂട്ടിക്കഴിഞ്ഞാൽ 90 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് 50 കൊല്ലത്തെ വർക്കിന്റെ അല്ലെങ്കിൽ ഭാഗമായിട്ട് അദ്ദേഹത്തിന് കിട്ടുന്നത്. ഒരു ഒരു വ്യക്തി ഇത് ചിലപ്പോൾ ഈ ഒരു കണക്ക് ചിലപ്പോൾ ഇതിലിരിക്കുന്ന കുറെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ കണക്കായിരിക്കും ഉണ്ടാവുക. കാരണം ഒരു 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ, 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാരൊക്കെ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ 90 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് ടോട്ടൽ അദ്ദേഹത്തിന് ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഈ ബിസിനസ്സിന് പൊട്ടൻഷ്യലി മനസ്സിലാക്കണം. ഈ വ്യക്തിയെ എല്ലാ ആളുകൾക്കും പരിചയം ഉണ്ടാവും. കണ്ണട വെച്ച വ്യക്തിയാണ്. മറ്റേ ആൾക്കാർ ഈ കണ്ണട വെച്ച ഈ മുബീൻ മുഹമ്മദ് സാറ് എല്ലാ ആളുകൾക്കും പരിചയം ഉണ്ടാവും. ഇയാളൊരു മാസ വരുമാനം ആരെങ്കിലും ഒന്ന് പറയാം? ആരെങ്കിലും ഒരു വോയിസ് ആയിട്ടോ കമന്റ് ആയിട്ടോ ഇയാളൊരു മാസ വരുമാനം എത്രയാണെന്നുള്ളത്?
ഒരു ഒരു കോടിക്ക് മേലെ. ഒരു കോടി രൂപയാണ് ഈ ബിസിനസ്സിൽ മൈ ലൈഫിൽ അദ്ദേഹം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഞാൻ നേരത്തെ കാണിച്ച ഈ വ്യക്തി, അദ്ദേഹം 50 വർഷം 50 വർഷം കഠിനാധ്വാനം ചെയ്തിട്ട് അദ്ദേഹത്തിന് ടോട്ടൽ ഏൺ ചെയ്യാൻ പറ്റിയത് വെറും 90 ലക്ഷം രൂപയാണ്. അതേ സാഹചര്യത്തിൽ ഈ വ്യക്തി, നമ്മുടെ ബിസിനസിന്റെ പൊട്ടൻഷ്യലാണ് മനസ്സിലാക്കേണ്ടത്. മാസം 1 കോടി രൂപയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എത്രത്തോളം ഉണ്ട് നമ്മുടെ ബിസിനസിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് കണക്ക് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു ലൈഫ് ക്രാഫാണ് ഇത്. നമുക്കറിയാം, ഒരു 20 വയസ്സ് വരെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതേ ഒരു ഡിപ്പെൻഡന്റ് പീരീഡ് ഇല്ല കൈ, അല്ലെ? എന്തെങ്കിലും രക്ഷിതാക്കളോ അല്ലെങ്കിൽ ഉപ്പാനോ അല്ലെങ്കിൽ ഉമ്മാനോ അല്ലെങ്കിൽ ആ രീതിയിൽ ഡിപ്പെൻഡ് ചെയ്താണ് അദ്ദേഹത്തെ അവരുടെ എല്ലാ കാര്യത്തിനും വേണ്ടി, പഠനമായാലും അവരെല്ലാ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ഡിപ്പെൻഡന്റ് അദ്ദേഹത്തിന് ഏണിംഗ് ആണ്, അല്ലെ? നമ്മൾ ജോലി ചെയ്തിട്ട് വരുമാനം കണ്ടെത്തുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ നമ്മളവിടെ ആളുകൾ ആശ്രയിക്കാതെ കഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, 60 വയസ്സിന് മുകളിലായി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഡിപ്പെൻഡിലേക്ക് വീണ്ടും എത്തുകയാണ്. നമ്മുടെ മക്കളെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആൾക്കാരെയോ ഡിപ്പെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ആ സമയത്ത് ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്തു വെച്ചത്? നമുക്കറിയാം, ഇന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സമ്പാദ്യ കാര്യങ്ങൾ ഇല്ലെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ട മക്കളായാലും മറ്റാളുകൾ നമ്മളെ കൃത്യമായിട്ടുള്ള കെയറിങ് ചെയ്യില്ല എന്നാണ്. നമ്മുടെ നാട്ടിലെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വലിയ രീതിയിലുള്ള സാമ്പത്തികമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മക്കളും എല്ലാ ആളുകളും അവിടെ ഉണ്ടാവും. പക്ഷെങ്കിൽ ഒരു സാമ്പത്തികമായിട്ട് പിന്നോട്ടുള്ള ആളുകളാണെങ്കിൽ ഒരിക്കലും അവിടെ നോക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. പല യാതനകളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും നാട്ടിൽ കാണുന്നത്. പക്ഷെ നമുക്കറിയാം, ഈ ബിസിനസ് നമ്മൾ ഏറ്റെടുത്ത് നല്ലൊരു ടീമിനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് അറിയാം, വളരെ ലൈഫ് ലോങ് നമുക്ക് ഇൻകം കിട്ടുന്നുള്ളത്. അപ്പോൾ നമുക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് നമ്മളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുത്താൽ മാറും പറ്റുന്നുള്ള ഒരുപാട് തെളിവുകൾ നമുക്ക് ഇതിലുണ്ട് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറെ ഒരു കണക്കാണിത്. ഒരു 40 വയസ്സായ ഒരു വ്യക്തിയെ എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, എക്സ്പെക്ടിങ് വർക്ക് ഇയർ ഒരു 25 വർഷം കൂടി അദ്ദേഹത്തിന് ഇനിയുള്ള കാലത്ത് ജോലി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഞാൻ നേരത്തെ ഡെയിലി 500 രൂപ പറഞ്ഞത്, അത് ഇപ്പോൾ നമുക്കറിയാം സാഹചര്യമൊക്കെ മാറിയിട്ടുണ്ട്, ചെറിയ കൂലിയിലൊക്കെ മാറ്റമുണ്ട്. ഡെയിലി ഒരു 1000 രൂപ വെച്ചിട്ട് ഒരു ഏൺ ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു മാസം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എത്ര ഉണ്ടാവും? 30,000 രൂപ ഏൺ ചെയ്യാൻ പറ്റും. കണക്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ, കണക്കിൽ ഞാൻ കുറച്ച് വീക്കാണ്. അപ്പൊ ഒരു കൊല്ലത്തില് നമുക്കറിയാം 12 × 30 3,60,000 രൂപയാണ് ഒരു വ്യക്തിക്ക് കിട്ടാൻ പോകുന്നത്. അങ്ങനെ അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞ ടോട്ടൽ ഇനി 25 വർഷം ഡെയിലി 1000 വെച്ച് വരുമാനം വാങ്ങിക്കഴിഞ്ഞാൽ ടോട്ടൽ കിട്ടാൻ പോകുന്നത് 90 ലക്ഷമാണ്, അല്ലെ? അപ്പോൾ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നേരത്തെ വ്യക്തിക്ക് ബാധ്യതകളൊന്നും ചിലപ്പോൾ ഇനി ഉണ്ടാവില്ല, സ്വന്തം കാര്യങ്ങൾ നോക്കിയാൽ നടത്തിയാൽ മതി. അത് 60 വയസ്സായ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, 40 വയസ്സായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏഹ് ഒരുപാട് ആളുകൾ ഇതിലുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതേ രീതിയിലുള്ള 2 3 കുട്ടികളൊക്കെ അവർക്ക് ഉണ്ടാവും. ആ സമയത്ത് അവരുടെ പഠന ചെലവ് നമുക്കറിയാം, ഇന്ന് ലക്ഷങ്ങളാണ് പഠിക്കാൻ വേണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡോക്ടറൊക്കെ പഠിപ്പിക്കുന്നതാണെങ്കിൽ 1 കോടിന് മേലെ വേണം. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു ടോട്ടൽ ഇനി വരുന്ന 25 കൊല്ലത്തെ വരുമാനം അതിന് മാത്രം മതിയാവില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ വിവാഹം, അങ്ങനെ ഒരുപാട് ഒരു വീട് വെക്കണമെങ്കിൽ 10 40 ലക്ഷം റുപ്യ വീടില്ലാത്ത ആളാണെങ്കിലും വേണ്ടി വരും. പിന്നെ ഈ പറഞ്ഞ എന്തായാലും ഒരു 1.5 2 കോടിയോളം ഏറ്റവും ചുരുങ്ങിയത് ഇവർക്ക് വേണ്ടി വരുന്നതാണ്. പക്ഷെ നമുക്കറിയാം, ഈ ഒരു കല്യാണമായാലും പഠനമായാലും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തീർക്കുന്നതാണ്. കാരണം നമുക്ക് ഇന്ന് എല്ലാ സമയവും അത് ലോൺ കിട്ടുന്ന സാഹചര്യമുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാക്കുന്നത്, ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് തിരിച്ച് അടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ട് നമ്മൾ മരണപ്പെടുന്ന സമയത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുത്താൽ ഒരു വലിയ ഇൻകം വെച്ചിട്ടാണ് നമ്മൾ മരണപ്പെടുന്നെങ്കിൽ ഒരുപാട് ബാധ്യതകളായിട്ട് നമ്മൾ മരണപ്പെടുക. അപ്പൊ അത് വീണ്ടും നമ്മളെ ഫാമിലിക്കൊക്കെ അല്ലെങ്കിൽ കുട്ടികൾക്ക് അത് ഭാരമായിട്ട് വരും. അപ്പോൾ ആ രീതിയിലുള്ള ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളിപ്പോ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ രീതിയിലാണ് പോവാന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ധാരണ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയാൽ നമ്മൾ ആ റൂട്ട് ഒന്ന് മാറ്റി പിടിക്കൽ, അതിന് നമുക്ക് ഏറ്റവും നമ്മളെ സഹായിക്കുന്ന ഒരു കമ്പനിയാണ് ഇവിടെ മൈ ലൈഫ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഫോട്ടോ കണ്ടാൽ, ഇത് ഫോട്ടോ കണ്ടിട്ട് എന്താണെന്നുള്ള ആയിരിക്കും ഒന്നും പറയാൻ പറ്റുമോ? ഇതെന്നാ സംഭവം എന്നുള്ളത്? ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതാണോ സാറേ? ഇന്റർവ്യൂവിന് വേണ്ടിയാ, മുസ്തഫക്ക് പെട്ടെന്ന് മനസ്സിലായി. അപ്പൊ ഇതാണ് സാഹചര്യം. ഇന്ന് നമുക്കറിയാം, ഞാൻ പറഞ്ഞ പോലെ ഡിഗ്രി PG ഒക്കെ കഴിഞ്ഞാൽ അങ്ങനെ നാട്ടിൽ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ട്. ഇതേപോലെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് വിളിച്ച സമയത്ത് ഇത്രയും ഒന്നും തിരക്കാണ്. അത്രയും ആളുകൾ ഇന്ന് ജോലി കിട്ടാതെ നാട്ടിലുണ്ട്. നമ്മൾ വലിയ കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് പഠിച്ചിട്ട് ഉണ്ട്. ഇപ്പൊ അടുത്ത നമ്മുടെ സുഹൃത്തൊരു എക്സ്പീരിയൻസ് പറഞ്ഞു. ഏകദേശം ഒരു 100-ൽ ചോടെ 70-80 ആൾക്കാർ മാത്രമേ ഒരു സ്ഥാപനത്തിലേക്ക് ഇതേ റിക്രൂട്ട്മെന്റിന് വിളിച്ചത് ആവശ്യമുള്ളൂ, കമ്പനിക്ക് ആവശ്യമുള്ളൂ. ആ വിളിച്ച സമയത്ത് 600-700 ആൾക്കാരാണ് ആ മീറ്റിംഗ് ഇതിന് വേണ്ടിയിട്ട് പങ്കെടുത്തത്. അപ്പൊ അവർക്ക് എന്താക്കാൻ പറ്റില്ല,
ഒരു 70 ആൾക്ക് വേണ്ടി 700 ആളെ ഒരിക്കലും അവിടെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവര് പെട്ടെന്ന് ഒരു കണ്ടീഷൻ വെച്ച് ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുകയും കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, കമ്മ്യൂണിക്കേഷൻ ആൾക്കാർ മാത്രം ഇവിടെ നിന്നാൽ മതി എന്നാണ്. ആ സമയത്ത് അവിടെ വെറും 160-150 ആൾക്കാർ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കഴിവ്, ഇപ്പം സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് കൊണ്ട് മാത്രം കഴിവില്ല. നമുക്ക് എല്ലാ കഴിവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുകയുള്ളൂ. ആ സമയത്ത് നമുക്കൊരു മൈലേഫ്റ്റിൽ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ആളുകൾ അല്ലെ, നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർ കടന്നു വന്നു കഴിഞ്ഞാൽ പോലും എല്ലാ ആളുകൾക്കും ഇവിടെ ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാൻ അവർക്ക് അവസരം കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ നാട്ടിൽ ജോലിയില്ലാത്ത സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മേഖലയാണ് മൈ ലൈഫ് സ്റ്റൈൽ. ഞാൻ നേരത്തെ പറഞ്ഞു വൈ എന്നുള്ളത് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യണമെന്നല്ല, ഞാൻ എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളതിന്റെ ഒരു കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ഫീച്ചർ നോമിനേഷൻ ഫെസിലിറ്റി. ഈ നോമിനേഷൻ ഫെസിലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പലപ്പോഴും ഞാൻ പറയുന്നതാണ്, പല ട്രെയിനിങ്ങിലും പ്രോഗ്രാമിലും ഒക്കെ നിരന്തരം ഇത് കേട്ടിരുന്നു. പക്ഷെ ഒരിക്കലും ഇതിന്റെ ഒരു വലിപ്പം അല്ലെങ്കിൽ ഒരു സാധ്യത ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പക്ഷേ ഒരു ലീഡറുടെ ഒരു എക്സ്പീരിയൻസ് ആണ് എന്നെ ഈ നോമിനേഷൻ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത്. ഡൽഹിയിലെ ഒരു ലീഡറാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ജർമ്മനിയിലായിരുന്ന ജോലി, ആ ജോലിക്ക് ഏകദേശം 5 ലക്ഷം രൂപ മാസം ശമ്പളമുണ്ട്. അപ്പൊ ആ 5 ലക്ഷം മാസം ശമ്പളമുള്ള അല്ലെങ്കിൽ സാലറി ഉള്ള ആ ജോലി അത് പൂർണ്ണമായിട്ട് മാറ്റിവെച്ച് ഫുൾ ടൈം ആയിട്ട് നമ്മൾ മൈ ലൈഫ് സ്റ്റൈൽ ഏറ്റെടുത്തു. 5 ലക്ഷം. നിലവിൽ നമ്മളൊരു 15,000-20,000 കിട്ടുന്ന ജോലി നമുക്ക് അത് മാറ്റിവെക്കാൻ ഒരു ദിവസം മാറ്റിവെക്കാൻ തയ്യാറല്ല. പക്ഷേ 5 ലക്ഷം രൂപ മാസം ശമ്പളമുള്ള ജോലിയാണ് മാറ്റിവെച്ചത്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും അല്ലേ 5 ലക്ഷം മാസം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒഴിവാക്കി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ സെയിം പോസ്റ്റിൽ, അതേ പോസ്റ്റിൽ 5 ലക്ഷത്തിന് മാസം സാലറി ഉള്ള വ്യക്തി പെട്ടെന്ന് അദ്ദേഹത്തിന് എന്തോ ഒരു അസുഖം വന്ന് ഒരാഴ്ച കൊണ്ട് മരണപ്പെട്ടു. നമുക്കൊരു 5 ലക്ഷം മാസം ഇൻകം ഉള്ള ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം നല്ല ലൈഫ് സ്റ്റൈൽ ആയിരിക്കും. നല്ല രീതിയിലുള്ള വാഹനം ഉണ്ടാവും, വീടുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ആ 5 ലക്ഷം എന്നുള്ള ആ വരുമാനം, ഇൻകം ഒറ്റ ദിവസം കൊണ്ടാണ് ആ സീറോയിലേക്ക് പോകുന്നത്. ഈ ഒരു സാഹചര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഇത് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ഒരു ഫാമിലി എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നാളുകൾ ഇതേ സംഭവം നമുക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇഷ്ടം പോലെ നമ്മൾ കണ്ടുവരുന്നതാണ്, പെട്ടെന്നുള്ള സ്മരണങ്ങൾ. അപ്പോൾ നമ്മുടെ ഫാമിലി മറ്റുള്ള ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം വരികയാണ്. അപ്പോൾ അവിടെ അവർക്ക് വരുമാനത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു വെച്ചു എന്നുള്ളതാണ്, നമ്മളല്ലാതെ പോയി കഴിഞ്ഞാൽ. പക്ഷെ ആ വ്യക്തി പറഞ്ഞത്, ആ ഒരു വ്യക്തിക്കുണ്ടായ മരണമാണ് എന്നെ ഈ ബിസിനസ് ഏറ്റെടുക്കാൻ, ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ്. അപ്പോൾ നോമിനേഷൻ ഫെസിലിറ്റി നമ്മളെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഈ ബിസിനസ്സിൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ് ശ്രീധരൻ നായർ. ഈ വ്യക്തി ഒരു ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം ആ ജോലിയൊക്കെ ഏകദേശം 2.5 ലക്ഷത്തോളം ശമ്പളം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ആ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഫുൾ ടൈം ആയിട്ട് നമ്മളെ ഈ ബിസിനസ്സിന് ഏറ്റെടുത്തു. ഒരു 6 വർഷത്തോളം ചെയ്ത സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന് എന്തോ ഒരു അസുഖം, എന്തോ ബുദ്ധിമുട്ടുണ്ട്, അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെങ്കിൽ അദ്ദേഹം ആ സമയത്ത് ഒരുപാട് ടീമിനെ അദ്ദേഹം ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മരണപ്പെടുന്ന സമയത്ത് മാസം 25 ലക്ഷം രൂപയാണ് അന്നേരം അദ്ദേഹത്തിന് ഇൻകം ഉണ്ടായിരുന്നത്. ആ ഇൻകം അങ്ങനെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ഈ ഫോട്ടോ കാണുന്ന യമുന മേഡത്തിലേക്ക് അദ്ദേഹം കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബിസിനസിന്റെ പ്രത്യേകതയാണ്. നമ്മുടെ ഈ ബിസിനസ് ഏറ്റെടുത്ത് നമ്മൾ ടീമിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളില്ലാതെ പോയി കഴിഞ്ഞാൽ നാളുകളിൽ വരുമാനത്തിനോ അല്ലെങ്കിൽ ഇൻകത്തിന് വേണ്ടിയിട്ട് നമ്മളെ കുടുംബം മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരില്ല എന്നുള്ളതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും പ്രത്യേകത. അപ്പോൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ബിസിനസ്സിൽ. അപ്പൊ അന്ന് മരിക്കുന്ന സമയത്ത് 25 ലക്ഷമാണ്, ഇന്നത് മാസം 40 ലക്ഷത്തിലേക്ക് വരെ അത് എത്തിയിട്ടുണ്ട് എന്നതാണ്. അപ്പോ അവര്, ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പൊ കാണിച്ച യമുന മേഡത്തിന്റെ 2 മക്കളാണത്. അപ്പോൾ ആ കുട്ടികൾ ഒരുത്തി MBBS, ഒരുത്തി MBA കാര്യം പഠിക്കുന്നതാണ്. അവർ ആ കോഴ്സ് കഴിഞ്ഞിട്ട് ഫുൾ ടൈം ആയിട്ട് ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ നോമിനേഷൻ ഫെസിലിറ്റികൾ നമ്മൾ കൃത്യമായിട്ട് ഇതിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ബിസിനസ്സിനെ കൃത്യമായിട്ട് ഏറ്റെടുക്കും. അതുപോലെ തന്നെ പല ആളുകളും പറയുന്നതാണ്, എനിക്കിത് പറ്റൂല, എന്നെ കൊണ്ട് പറ്റൂല എന്നൊക്കെ പറയും. നമ്മൾ സംസാരിച്ചപ്പോ ഇത് കേൾക്കുന്ന പല ആൾക്കാരും തോന്നുന്നുണ്ടോ എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ളത്, കാരണം ഇതൊരു ആൾക്കാർ സംസാരിക്കേണ്ടതാണ്. പക്ഷെ ഈ ഒരു വ്യക്തിയാണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചത്. കാരണം തെൻസ എന്ന് നമ്മൾക്ക് പരിചയമുള്ളതാണ്. ഏകദേശം 95% ഡിസബിലിറ്റി ഉള്ള വ്യക്തിയാണ്. അവർ ഇന്ത്യത്ത് വലിയ ടീം STC കഴിഞ്ഞപ്പോൾ നല്ല ടീമും ഒക്കെ ആയി നല്ല വരുമാനത്തിലേക്ക് മാറി. കാറൊക്കെ ഇറക്കിയ വീഡിയോ നമ്മൾ പലപ്പോഴും നമ്മൾ കാണുന്നതാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, അതാണ് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തത്. എന്ന് വെച്ചാൽ, എന്റെ മനസ്സ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എനിക്ക് ചെയ്യണമെങ്കിൽ ഒരാൾ സഹായമാണെന്നാണ്. നമുക്ക് പറഞ്ഞ മനസ്സിലാക്കിണ്ടാവില്ല. ഒരു ചായ മുന്നിൽ ടേബിൾ കൊണ്ടുവച്ചാൽ ഒരാൾ എടുത്ത് കുടിപ്പിച്ചു കൊടുക്കണം. ആലോചിച്ച് നോക്കും. നമുക്കാണെങ്കിൽ ഒന്ന് ടൗണിൽ പോകണം, ഒരാളെ സഹായമാണ്. അങ്ങനെയുള്ള ഞാൻ ഈ ബിസിനസ് ചെയ്ത് വിജയിപ്പിച്ചു. പിന്നെ നിങ്ങളെ കൊണ്ട് എന്തുകൊണ്ട് പറ്റില്ല എന്ന് ചോദിച്ചത് അല്ലെ, വലിയ ചോദ്യം തന്നെ. അന്ന് നമ്മൾ അതിന്റെ ഒരു അനുഗ്രഹം നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമുക്ക് തന്ന ഇത്രയും ആരോഗ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഈ ബിസിനസ് അദ്ദേഹത്തിന് പറ്റിയ പിന്നെ എന്തുകൊണ്ട് നമുക്ക് പറ്റാത്തത്, ആരോ സ്ക്രീനിലും പറയുന്നുണ്ട്. അപ്പോ
ആ രീതിയിൽ എന്നെ ഏറെ ചിന്തിപ്പിച്ച ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും കാര്യമാവേണ്ട വിഷയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു വ്യക്തിയാണ് ഈ സെൻട്രൽ അഡ്വക്കേറ്റ് രാജീവ് രാജ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ വലിയ പ്രൊഫഷണലൊക്കെ അല്ലെങ്കിൽ വലിയ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അത് മാറ്റിവെക്കാൻ ഒരു മടിയാണെന്നുള്ളത്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 30 കൊല്ലത്തോളം ഞാൻ മനസ്സിലാക്കിയത് സുപ്രീം കോടതി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലാണ്. അതുപോലെ തന്നെ 20ഓളം കമ്പനികൾ ലീഗൽ അഡ്വൈസറാണ്. 30 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല, എക്സ്പീരിയൻസ് ആണ് ഏറ്റവും കൂടുതൽ കമ്പനികൾ നോക്കുന്നത്. 30 കൊല്ലത്തെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അത്ര എക്സ്പീരിയൻസ് ഉണ്ട്. ആ മേഖലയൊക്കെ കംപ്ലീറ്റ് മാറ്റിവെച്ച് ഫുൾ ടൈം ആയിട്ട് ബിസിനസ് ഏറ്റെടുത്തു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് അത്രയും കാലത്തെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതിന് കൂടുതൽ നേട്ടങ്ങൾ 7 വർഷം കൊണ്ട് മൈ ലൈഫിൽ ഉണ്ടാക്കുന്നതാണ്. ഇദ്ദേഹം എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത വ്യക്തിയായിരുന്നു. കാരണം നമ്മൾ വലിയ ഡിഗ്രി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ അതിനേക്കാൾ എത്ര വലിയ പ്രൊഫഷൻ ചെയ്യുന്ന വ്യക്തി ഇത് ഏറ്റെടുത്തിന് നമുക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റും എന്നുള്ളതിനെ ഏറെ ചിന്തിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എന്തുകൊണ്ട് ഈ ബിസിനസ് ഏറ്റെടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങൾ നിങ്ങൾ കേട്ടത് കൊണ്ട് യാതൊരു കാര്യമില്ല. നോമിനേഷൻ ആയി കഴിഞ്ഞാലും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലൈഫ് ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കണക്ക് അതെല്ലാം നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ നമുക്കതിന് ഈ ഒരു ബിസിനസ്സിനെ നമുക്ക് സീരിയസ് ആയിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അത് കേട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോൾ എങ്ങനെ ബിസിനസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് അതിനെ കുറിച്ച് പറയുന്നില്ല. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നമുക്കറിയാം, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷങ്ങൾ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടിയില്ല. നമ്മളെ പേരും അഡ്രസ്സും നമ്മളെ പരിചയപ്പെടുത്തിയ വ്യക്തിക്ക് നമുക്ക് നൽകുന്നു. അങ്ങനെ നമുക്കറിയാം കമ്പനിയിലെ നമുക്ക് ഇഷ്ടമുള്ള, നമുക്കറിയാം ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയാണ് നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങുക, അത് ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലതാണെങ്കിൽ അത് മറ്റുള്ള ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യുക. നമുക്കറിയാം ഈ ബിസിനസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ബെനിഫിറ്റ് ആണ്. ഒന്ന്, ലൈഫ് ടൈം ഡിസ്കൗണ്ട്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് നേരത്തെ പറഞ്ഞ ഇടനിലക്കാരും പരസ്യക്കാരും ഒഴിവാക്കിയിട്ട് നമുക്ക് 10% തൊട്ട് 40% വരെ എല്ലാ സാധനവും വില കുറച്ച് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് നമ്മളെ മാർക്കറ്റിൽ നിന്ന് ടോയ്ലറ്റ് ക്ലീനർ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അതിന്റെ ഹോൾസെയിൽ റേറ്റ് അല്ലെങ്കിൽ DP റേറ്റ് വരുന്നത് MRP വരുന്നത് 110 രൂപയാണ്. നമ്മൾ മാർക്കറ്റിൽ നിലവിൽ വാങ്ങുന്ന ടോയ്ലറ്റ് ക്ലീനറെ സംബന്ധിച്ചിടത്തോളം അതിൽ കൂടുതൽ അല്ലെങ്കിൽ അതേ സെയിം റേറ്റ് കൊടുക്കുന്നത് ഞാൻ മനസ്സിലാക്കി, ഞാൻ കുറച്ചേ വാങ്ങാത്തത്. അപ്പോൾ ആ 110 രൂപയുള്ള ആ ടോയ്ലറ്റ് ക്ലീനർ നമ്മൾ ഇതിൽ പേര് അഡ്രസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് 83 രൂപക്ക് കിട്ടുന്നതാണ്. ഒന്നാമത്തെ ബെനിഫിറ്റ്, നമുക്ക് ലൈഫ് ടൈം ഡിസ്കൗണ്ട്. ജീവിതകാലം മുഴുവനും കമ്പനി ഇറക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് വില കുറച്ച് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ടോയ്ലറ്റ് ക്ലീനർ നമ്മൾ വാങ്ങി ഉപയോഗിച്ച് നമുക്ക് നല്ലതാണെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ ആ 83 കിട്ടിയത് അത് നമ്മൾ 110 കൊടുക്കുന്ന സമയത്ത് അവിടെ MRP നമുക്ക് 25 രൂപ പോലെ നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും. ഇതേ കാര്യം തന്നെയാണ് നമ്മളെ അടുത്തുള്ള കടക്കാരും ചെയ്യുന്നത്. അവർ ഹോൾസെയിൽ പ്രൊഡക്റ്റ് എടുക്കുന്നത് റീറ്റെയിൽ, പക്ഷെ നമുക്ക് ഷോപ്പിന്റെ ആവശ്യമില്ല. നമുക്ക് വീട്ടിലോ വണ്ടിയിലോ എവിടെ വെച്ചിട്ട് നമുക്കത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ബിൽഡ് ബിസിനസ് ഗ്ലോബലാണ് നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ളത്. നമുക്ക് ഈ വില കുറച്ച് വാങ്ങി ഉപയോഗിക്കാനുള്ള അവസരം അല്ലെ, നമുക്കിപ്പോ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 83 രൂപക്ക് അത് വില കുറച്ച് വാങ്ങി ഉപയോഗിക്കാം. മറ്റുള്ള ആളുകൾ കൊടുക്കുമ്പോൾ അതിന് റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും. ആ ഒരു അവസരം നമ്മളെ കെയർ ഓഫിൽ പരമാവധി ആളുകൾക്ക് എത്തിച്ച് എത്രത്തോളം ആളുകൾക്ക് എത്തിക്കാൻ പറ്റുമോ അവരൊക്കെ വാങ്ങി ഉപയോഗിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുമ്പോൾ അതിന്റെ ഹോൾസെയിൽ കമ്പനി നമുക്ക് നൽകുന്നതായിരിക്കും. നമുക്കറിയാം ഈ ബിസിനസ് സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഏതൊരു മേഖലയായി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന 3 കാര്യമാണ്. എന്ത്? ഒന്ന്, വെൽത്ത്, ഹെൽത്ത്, ഹാപ്പിനെസ്. അപ്പോൾ നമുക്കൊരു ഏതൊരു മേഖലയിൽ നമ്മൾ ഇതുവരെ ചെയ്ത ജോലി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് 3 നമുക്ക് ഒരുമിച്ച് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ നല്ല ആരോഗ്യം ഉണ്ടാവും, അവിടെ നമുക്ക് കിട്ടുന്ന ഇൻകത്തിൽ വളരെ അല്ലെങ്കിൽ ഹെൽത്ത് കൂടുതൽ വരുമാനം കിട്ടും, പക്ഷെങ്കിൽ അവിടെ ആരോഗ്യം പ്രശ്നമായിരിക്കും. അല്ലെങ്കിൽ ആരോഗ്യം വലിയ രീതിയിൽ വർക്കില്ലെങ്കിൽ അവിടെ വെൽത്ത് കുറവായിരിക്കും. പക്ഷെ നമ്മൾ ബിസിനസ്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ആരോഗ്യം, ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രയാസപ്പെടുന്നത് അവരുടെ ആരോഗ്യത്തെ കുറിച്ചാണ്. നമുക്ക് പലപ്പോൾ ഞാൻ പറയും നമ്മുടെ പൈസയൊക്കെ മൈനസ് ആയി പോകുന്നത് നമ്മളെ ഹെൽത്ത് ഇഷ്യൂ കൊണ്ടാണ്. കാരണം നമുക്ക് ഇതിൽ കൂടുതലായിട്ട് ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുണ്ട്. ഗൾഫിലൊക്കെ പോയിട്ട് ഒരു ജീവിതകാലം നല്ല ആരോഗ്യമുള്ള കാലത്തൊക്കെ അധ്വാനിച്ച് വന്നു കഴിഞ്ഞാൽ നാട്ടിൽ വന്നാൽ നമ്മുടെ ആരോഗ്യം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വെൽത്തൊക്കെ സ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം വരികയാണ്. പക്ഷെ ഈ ബിസിനസ്സിൽ നമുക്ക് ഉൽപ്പന്നങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാണ്ട് നിൽക്കുന്ന സാഹചര്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ അതുപോലെ നമുക്ക് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നമുക്ക് ഈ ബിസിനസ് ഏറ്റെടുത്താൽ കിട്ടും. നല്ല ആരോഗ്യം കിട്ടും, നല്ല എപ്പോ ഒരു സന്തോഷം, ഹാപ്പിനെസ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ബിസിനസ്സിൽ സക്സസ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് പറയുന്ന മാത്രമേ ഉള്ളൂ. നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കൃത്യമായിട്ട് വേണ്ടിയൊരു പ്ലാനിങ് ആണ്. പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം ഇതിൽ സക്സസ് ആകുന്നുള്ളത് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പക്ഷെ കൃത്യമായിട്ടൊരു പ്ലാനിങ് വേണം. ഇന്ന് ഇപ്പൊ ഇതിലുള്ള ഒരാളോട് ഞാൻ ചോദിക്കുകയാണ്,
നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ മന്ത്ലി കട്ട് ഓഫ് ഇപ്പം കഴിഞ്ഞ് ഇനിയിപ്പോ അടുത്ത ഒരാഴ്ചത്തെ പ്ലാനിങ് എന്താണ്, അല്ലെങ്കിൽ അടുത്ത മാസത്തെ പ്ലാനിങ് എന്താണ്? ഇത് നമുക്ക് കൃത്യമായിട്ടൊരു ലക്ഷ്യമില്ല, പക്ഷെ ആഗ്രഹങ്ങളുണ്ട്. പല ആൾക്കാരും ചോദിച്ചാൽ പറയും, "ആ, എനിക്ക് ഈ ആഴ്ച ഒരു 5,000 രൂപ വരുമാനം വേണം" എന്ന് പറയും. പക്ഷെ അതൊരു ആഗ്രഹം മാത്രമാണ്. ഞാൻ പലപ്പോഴും പറയും, നമ്മുടെ പ്ലാനിങ് പദ്ധതികൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നോട്ടിലോ അല്ലെങ്കിൽ ഡയറിയിലോ എവിടെയെങ്കിലും എഴുതി വെച്ചാൽ മാത്രമേ നമുക്കത് ആ സാധനം നമുക്ക് അതിന് വേണ്ടിയുള്ള പദ്ധതി തയ്യാറാക്കാൻ പറ്റും. കാരണം ഒരു 5,000 രൂപ അല്ലെങ്കിൽ 3,000 രൂപ ഒരാൾക്ക് വരുമാനമാണെങ്കിൽ തിരിച്ചടുത്ത ചോദ്യം ചോദിക്കണം, 3,000 രൂപ കിട്ടണമെങ്കിൽ നമുക്ക് എത്ര കച്ചവടം നടക്കണം? അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഉത്തരം ഉണ്ടാവില്ല. കാരണം അതൊരു ആഗ്രഹം മാത്രമാണ്. അതൊരു തീരുമാനമാണെങ്കിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടാവും, 3,000 രൂപ കിട്ടണമെങ്കിൽ ഇത്ര കച്ചവടം നടക്കണം, അതെന്റെ ടീമിൽ ഇത്ര ആൾക്കാർ നടത്തണം. ഇദ്ദേഹം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. മറ്റത് ആഗ്രഹം മാത്രമാണ്. അപ്പം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് പ്ലാനിങ്. ആ പ്ലാനിങ്ങിൽ ഞാൻ പറയും ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള പ്ലാനിങ് നടക്കണം എന്നുള്ളതാണ്. കാരണം നമുക്ക് 3 മാസത്തെ 6 മാസത്തെ പ്ലാനിങ് വെക്കാം, പക്ഷെ എല്ലാ വീക്കിലി ഇൻകം നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിരിക്കണം ഓരോ ആഴ്ചയും. കാരണം വെച്ചാൽ നമുക്ക് ഒരു ലോങ് ആയിട്ട് ഒരു പ്ലാൻ വെക്കുന്ന സമയത്ത് അവിടെ ഒരു ലേസി മൈൻഡ്, നമ്മളത് കൃത്യമായിട്ട് സക്സസ് ആകാൻ പറ്റാത്ത രീതിയിലേക്ക് ചിലപ്പോൾ മാറും. പക്ഷെ ഒരാഴ്ചത്തെ പ്ലാനിങ് ആകുമ്പോൾ കൃത്യമായിട്ട് നടത്താൻ പറ്റുന്നതാണ്. അപ്പൊ ഈ ആഴ്ച ഞാൻ 2,000 രൂപ ഉണ്ടാക്കും, അതിൽ നമ്മൾ കൃത്യമായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ 2,000 ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഓരോ ആഴ്ചയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ ഒന്നാമത്തെ ആഴ്ച ഇപ്പോൾ വിചാരിച്ച രീതിയിൽ നടക്കില്ല, പക്ഷെ അങ്ങനെ 2, 3, 4 ആഴ്ച നമ്മളത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് എത്താൻ പറ്റും. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് പ്ലാനിങ് എന്നുള്ളത്. നമുക്കറിയാം, ഈ ഒരു ബിസിനസ് നമുക്കറിയാം ഇന്ന് ഈ ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണ്. അതിൽ ഏറ്റവും നല്ല കമ്പനിയായിട്ട് മൈ ലൈഫ് സ്റ്റൈൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, പ്രൊഡക്റ്റും ഒക്കെയാണ്, കമ്പനിയും ഒക്കെയാണ്, പ്ലാനും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ആളുകൾ നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഇന്നിപ്പോ ഡിഗ്രി, PG ഒക്കെ, ഡിപ്ലോമ കോഴ്സ് ഒക്കെ ഡയറക്ട് സെല്ലിംഗ് കഴിഞ്ഞ് കുട്ടികളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഏത് ടീമിൽ ജോയിൻ ചെയ്താലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മിഷൻ ഇന്റർനാഷണൽ ടീം എന്നുള്ള ഒരു ടീം നമ്മൾ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു ടീമായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ ആ നീല വ്യക്തി ആരാന്ന് പറയാൻ പറ്റുക? അല്ലെങ്കിൽ വെറുതെ ഒന്ന് ഒരു നീല വ്യക്തി കൈപിടിച്ച് കയറ്റുന്നില്ലേ? നൗഫൽ സാർ. ഇപ്പൊ നൗഫൽ സാർ എന്നുള്ള ഒരു ശക്തമായിട്ട് ലീഡർ നമ്മളെ നയിക്കാനുണ്ട്. ഒരു മിഷൻ ഇന്റർനാഷണൽ ടീമുണ്ട്. അപ്പോൾ ഒരു കൈ മൂപ്പർ അദ്ദേഹം തരുന്ന സമയത്ത് ഒരു കൈ നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ അദ്ദേഹം നമുക്ക് വാങ്ങിത്തരാൻ തയ്യാറാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റ കാര്യം. അപ്പൊ അദ്ദേഹം പറയുന്ന അതേ രീതിയിൽ നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ എല്ലാ കാര്യങ്ങളും നമുക്ക് അദ്ദേഹം വാങ്ങിത്തരും. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ അദ്ദേഹത്തിന് കൂടെ നിന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹം ഒരു ക്രെറ്റ കാർ വാങ്ങിയ സമയത്ത് അതേ ക്രെറ്റ കാർ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാം നിങ്ങൾക്കെല്ലാം വാങ്ങിത്തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് പറയുന്നത് ഞാൻ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. ഒറ്റൊരു കോട്ട് മാത്രം: യു ക്യാൻ മേക്ക് എക്സ്ക്യൂസസ് ഓർ യു ക്യാൻ മേക്ക് മണി, യു കനോട്ട് മേക്ക് ബോത്ത്. നമുക്ക് പലപ്പോഴും എന്താ പറ്റും, നമുക്ക് എക്സ്ക്യൂസുകൾ പറയാൻ പറ്റും. നമ്മൾ പലപ്പോഴും വിളിക്കുന്ന സമയത്ത് എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളിപ്പോ എപ്പം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു എന്താ പറയാ എക്സ്ക്യൂസ് ഉണ്ടാവും. പക്ഷെ എക്സ്ക്യൂസ് നമുക്ക് പറയാൻ പറ്റും, പക്ഷെ നമുക്ക് എന്താക്കാൻ പറ്റില്ല, പണം ഉണ്ടാക്കാൻ പറ്റൂല. ഏതെങ്കിലും ഒന്നേ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ പണം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എക്സ്ക്യൂസ് പറയാൻ പറ്റും. ഇപ്പൊ എപ്പോ നമ്മൾ എക്സ്ക്യൂസ് പറയാത്ത ആളുകളായിട്ട് മാറിയിട്ട് ഇത് ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും. അപ്പൊ എന്റെ ചെറിയൊരു എക്സ്പീരിയൻസ് മാത്രമാണ്. ഇതിൽ ഒരുപാട് വലിയ ലീഡേഴ്സും കാര്യമൊക്കെ വന്ന് സംസാരിച്ചതാണ്. നമുക്കറിയാം, ഈ ഒരു മീറ്റിംഗ് നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു മോർണിംഗ് മീറ്റിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് നമ്മളെ ടീമിലുള്ള ആൾക്കാരുടെ സ്കില്ല് കാര്യമൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്റെ ചെറിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഗുണം ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാ ആളുകൾക്കും വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും ഇതിൽ ഉണ്ടാക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു എന്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.